നട്ടൽ നിവർത്തി രണ്ട് കൈകളും ചിന്മുദ്രയിൽ വെച്ച് കണ്ണുകളടച്ച് സാധാരണ ശ്വാസഗതിയെ ശ്വാസം എടുക്കുന്നതും അതേപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുന്നതും ശ്രദ്ധിക്കുക. മുഖപേശികളെ പൂർണ്ണമായും തളർത്തി മുഖത്തൊരു ചെറിയൊരു പുഞ്ചിരി വിടരും. നെറ്റിത്തടങ്ങൾ അതേപോലെ തന്നെ താഴത്തെ താടിയുടെ ഭാഗങ്ങളെയും റിലാക്സ് ചെയ്യുക. ഇരിക്കുന്ന അവസ്ഥയെ ശ്രദ്ധിക്കുക. ദീർഘമായ ശ്വാസങ്ങളിലേക്ക് അതേപോലെ തന്നെ ദീർഘമായ ശ്വാസം ഒരു സാധാരണ ശ്വാസഗതിയിൽ നിന്ന് ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും അതേപോലെ തന്നെ പുറത്തേക്ക് പോകുന്നതും അറിയുക. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയം പൂർണ്ണമായും ഓക്സിജൻ സപ്ലൈ ഉള്ളിലേക്ക് പോകുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നതും വീണ്ടും ശ്രദ്ധയെ രണ്ട് പുരികങ്ങളുടെയും മധ്യത്തിലേക്ക് കൊണ്ടുവരും. അവിടെ ഒരു ദീപശിഖ കാണാൻ ശ്രമിക്കുക. ശിരസ് മുഴുവൻ പ്രകാശപൂരിതമായി രണ്ട് കൈകളും നമസ്കാരം. 3 തവണ ഉദ്ധാരം. ദീർഘമായ ശ്വാസങ്ങളിലേക്ക് ശ്വാസങ്ങളിലേക്ക് सहना भवतु भुनक्तु सह वीर्यं करभावहै तेजस्विनावधीतमस्तु मा विद्विषावहै. ओम शांति शांति शांति. രണ്ട് കൈകളും കണ്ണിന് മുകളിലായി മുഖപേശികളെ പൂർണ്ണമായി കഴുത്ത് നെഞ്ച് വയറും പൂർണ്ണമായും
താഴെ ഭാഗം എടുത്ത് മുകളിലേക്കും താഴേക്കും, അതേപോലെ തന്നെ വലത് വശത്തേക്കും ഇടത് വശത്തേക്കും. കണ്ണുകൾ തുറക്കാം. കൈ രണ്ടും കറേജ് ഫസ്റ്റ്. പതുക്കെ എഴുന്നേൽക്കാം. നിന്നുകൊണ്ടുള്ള ലൂസനിങ് എക്സസൈസ് അല്ലെങ്കിൽ ശിഥിലീകരണ വ്യായാമം ചെയ്യാം. കൈകൾ രണ്ടും നേരെ വശങ്ങളിലെ അല്ലെങ്കിൽ രണ്ട് ഹിപ്പിൻ്റെയും വശങ്ങളിൽ. അതിനുശേഷം ഇടത് കാല് നേരെ മുകളിലേക്ക് ഉയർത്താം. ഇടത് കാലിൻ്റെ വിരലുകൾ മാത്രം പിറകിലേക്ക് ബാലൻസ് ചെയ്ത് നേരെ മുന്നിലേക്ക് നോക്കാം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ മുന്നിലേക്ക്. 1. ശ്വാസം എടുത്തുകൊണ്ട് നേരെ പിറകിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് നേരെ മുന്നിലേക്ക്. 2, 3. കാൽവിരലുകൾ മാത്രം ചലിപ്പിക്കാം. 4, 5. തിരിച്ചു വരാം. വലത് കാല് നേരെ മുകളിലേക്ക്. വീണ്ടും വലത് കാലിന്റെ വിരലുകൾ മാത്രം പിറകിലേക്ക്, അതേപോലെ തന്നെ മുന്നിലേക്ക്. 1. ശ്വാസഗതിയെ ശ്രദ്ധിക്കാം. 2, 3, 4, 5. തിരിച്ചു വരാം. വീണ്ടും ഇടത് കാല് മുകളിലേക്ക് ഉയർത്താം. ശ്വാസം എടുത്തുകൊണ്ട് നേരെ പിറകിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് രണ്ട് ഇടത് കണങ്കാല് പരമാവധി ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. 2, കണ്ടിന്യൂ. 3, 4, 5. തിരിച്ചു വരാം. വീണ്ടും വലത് കാല് നേരെ മുകളിലേക്ക് ഉയർത്താം. ശ്വാസം എടുത്തുകൊണ്ട് നേരെ പിറകിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് നേരെ മുന്നിലേക്ക്. ഇടത് കാലിന്റെ മുകളിൽ ബാലൻസ് ചെയ്ത് നേരെ മുന്നിലേക്ക് നോക്കാം. 3, 4, 5. വീണ്ടും വലത് കാല് റിലീസ് ചെയ്യാം. ഇടത് കാല് വീണ്ടും മുകളിലേക്ക് വരുത്താം. ഇടത് കണങ്കാല് മാത്രം ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ആദ്യം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചെയ്യാം. 1, 2, 3, 4, 5. തിരിച്ച് ഇതേ കാല് തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യാം. 5, 4, 3, 2, 1. റിലീസ്. വലത് കാലിൽ ആവർത്തിക്കാം. വീണ്ടും വലത് കാല് മുകളിലേക്ക്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് വലത് ആങ്കിൾ മാത്രം ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. 2, 3, 4, 5. തിരിച്ച് 5, 4, 3, 2, 1. സ്റ്റോപ്പ്. റിലാക്സ് ചെയ്യാം. രണ്ട് കണങ്കാലുകളും നേരെ. ഇടത് കാല് വീണ്ടും മുകളിലേക്ക് വരുത്താം. ഇടത് കാൽമുട്ടിന്റെ ചലനം. ശ്വാസം എടുത്തുകൊണ്ട് നേരെ പിറകിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് നേരെ നിവർത്താം. 1, 2. വലത് കാൽമുട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കാം. 3, 4, 5. തിരിച്ചു വരാം. വലത് കാല് നിവർത്താം. ശ്വാസം എടുത്തുകൊണ്ട് നേരെ പിറകിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് നേരെ മുന്നിലേക്ക്. 1, 2. ബാലൻസ് ചെയ്യാം. 3, 4, 5. തിരിച്ചു. രണ്ട് കാലുകളും അല്പം അകത്തിരിക്കാം. ദീർഘമായ ശ്വാസം മുകളിലേക്ക്, അതേപോലെ തന്നെ ദീർഘമായ ശ്വാസം പുറത്തേക്ക്. രണ്ട് കാലുകളും അല്പം അകത്തി വെച്ച് കൈകൾ രണ്ടും കാൽമുട്ടിന് മുകളിലായിട്ട് വയ്ക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് നേരെ മുന്നിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് നേരെ പിറകിലേക്ക്. 1, 2, 3, 4, 5. റൊട്ടേഷൻ ചെയ്യാം. രണ്ട് കാൽമുട്ടുകളും നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യാം. കാലുകൾ രണ്ടും അകത്തി വയ്ക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. 3, 4, 5. തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരാം. 5, 4, 3, 2, 1. രണ്ട് കാലുകളും റിലീസ് ചെയ്യാം. ദീർഘമായ ശ്വാസം നേരെ
യോഗ മാറ്റിന് ഇടതുവശത്തേക്ക് വരാം. വലത് കാൽ നേരെ വലതുവശത്തേക്ക് ഒന്ന് ചരിച്ചു. വലത് കാൽമുട്ട് മടക്കാം. രണ്ട് കൈകളും വലത് തുടയുടെ മുകളിൽ വയ്ക്കാം. ദീർഘമായി ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ വലത് കാൽമുട്ട് മടക്കി മുന്നിലേക്ക് വരാം. നേരെ മുന്നിലേക്ക് വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നേരെ പിറകിലേക്ക്. വലത് കാൽമുട്ട് നിവർന്നിരിക്കട്ടെ. ശ്വാസം വിട്ടുകൊണ്ട് നേരെ മുന്നിലേക്ക്. 2 3 4 5. തിരിച്ചു വരാം. നേരെ ഇടത് കാല് ഇടതുവശത്തേക്ക് കൊണ്ടുവരാം. അതേ രീതിയിൽ വലത് കാലിന്റെ വിരലുകൾ നേരെ ഇടതുവശത്തേക്ക്. രണ്ട് കൈകളും ഇടത് കാൽമുട്ടിന് പിടിക്കാം. വലത് കാൽമുട്ട് നിവർത്തി ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ ഇടതുവശത്തേക്ക് വരാം. 1. ശ്വാസം എടുത്ത് നേരെ പിറകിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് നേരെ മുന്നിലേക്ക്. 2 3. ബാലൻസ് ചെയ്ത് വലത് കാൽമുട്ട് നിവർന്നിരിക്കട്ടെ. 4 5. തിരിച്ചു വരാം. രണ്ട് കാലുകളും ചേർത്ത് വയ്ക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് അതേപോലെ തന്നെ ശ്വാസം വിടുകയും ചെയ്യും. രണ്ട് കാലുകളും ചേർത്ത് വയ്ക്കാം. കൈകൾ രണ്ടും നേരെ വശങ്ങളിലേക്കാം. നേരെ മുന്നിലേക്ക് നോക്കാം. ഇടത് കാലിൽ ആവർത്തിക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാല് നേരെ മുകളിലേക്ക് ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കാല് മാത്രം ഒന്ന് പിറകിലേക്ക് കൊണ്ടുവരാം. അതേ രീതിയിൽ നേരെ മുന്നിലേക്ക്. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാല് നേരെ മുകളിലേക്ക് മുന്നിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കാല് നേരെ പിറകിലേക്ക്. 2 കണ്ടിന്യൂ. ബാലൻസ് ചെയ്തെടുക്കാം. 3 4 ഒരു തവണ കൂടി. 5. തിരിച്ചു വരാം. വീണ്ടും വലത് കാലില് ഇതേ രീതിയിൽ ആവർത്തിക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽ നേരെ മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് വലത് കാൽ നേരെ പിറകിലേക്ക്. 1 2 3 4 5. തിരിച്ചു വരാം. രണ്ട് കൈകളും റിലീസ് ചെയ്യാം. രണ്ട് ചുമലുകളും നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. വീണ്ടും രണ്ട് കാലുകളും ചേർത്ത് വയ്ക്കാം. കൈകൾ രണ്ടും നേരെ വശങ്ങളിലേക്ക്. ഇടത് കാലിന്റെ ചലനം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാൽ നേരെ മുകളിലേക്ക് വരുത്താം. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്താം. വീണ്ടും വലത് കാൽ നേരെ മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്താം. കണ്ടിന്യൂ ചെയ്യാം. 2 3 രണ്ട് തവണ കൂടി. 4 ഒന്നുകൂടി. 5. തിരിച്ചു വരാം. വീണ്ടും രണ്ട് ചുമലുകളൊന്നും റൊട്ടേറ്റ് ചെയ്യാം. റിലാക്സ് ചെയ്യാം. ദീർഘമായ ശ്വാസം എടുത്ത് ശ്വാസം വിടുക. കൈകൾ രണ്ടും നേരെ ഹിപ്പിന് വശങ്ങളിൽ വയ്ക്കാം. നേരെ മുന്നിലേക്ക് നോക്കാം. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് നന്നായിട്ട് ഹിപ്പ് മാത്രം ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. 1 2 3 4 5. Reverse. 5 4 3 2 1. രണ്ട് കാലുകളും പകർത്തിയിരിക്കാം. കൈകൾ രണ്ടും നേരെ മുന്നിലേക്ക്. ശ്വാസം എടുത്ത് ശ്വാസം വിടുന്നതിനനുസരിച്ച് പതുക്കെ സ്ക്വാറ്റിംഗ് ചെയ്യും. കാൽമുട്ട് ശ്രദ്ധിക്കാം. കാലുകൾ അകത്തിരിക്കാം. 1 2 3 4 5. കൈകൾ രണ്ടും നേരെ ചെസ്റ്റിന്റെ വശങ്ങളിലേക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് നേരെ വലതുവശത്തേക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് നേരെ ഇടതുവശത്തേക്ക്. 1 കണ്ടിന്യൂ. 2 3
4 5 റിലീസ് ചെയ്യാം. രണ്ട് കൈമുട്ടുകളും ബെൻഡ് ചെയ്യാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും നേരെ മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് നേരെ താഴേക്ക്. രണ്ട് കൈമുട്ടുകളും ടച്ച് ചെയ്തിട്ട് മുന്നിലേക്ക് വരുന്ന സമയത്ത് 2 3 4 5 5 4 3 2 1. റിലീസ് ചെയ്യാം. കൈകൾ രണ്ടും നേരെ മുന്നിലേക്ക്, ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും നേരെ മുകളിലേക്ക് ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് നേരെ 1. അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. 2 3 4 5. തിരിച്ച് 5 4 3 2 1. രണ്ട് ചുമലുകളും റിലാക്സ് ചെയ്യാം. ദീർഘമായ ശ്വാസം എടുത്ത് ശ്വാസം വിടുകയും ചെയ്യാം. രണ്ട് കൈകളും നേരെ മുന്നിലേക്ക്, കൈമുട്ടുകളുടെ ചലനം. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈവിരലുകളും ചുമലിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് നേരെ മുന്നിലേക്ക്. 1 2 3 4 5. തിരിച്ചു വരാം. രണ്ട് കൈ മുട്ടുകളും നിവർത്തി കൈ ഒന്ന് ഫിസ്റ്റ് ചെയ്ത് വെക്കാം. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് റൊട്ടേഷൻ ചെയ്യാം. രണ്ട് റിസ്റ്റ്. 2 3 4 5. റിവേഴ്സ്. 5 4 3 2 1. സ്റ്റോപ്പ് ചെയ്യാം. കൈകൾ രണ്ടൊന്ന് അകീയട്ടെ. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈമുട്ടുകളും മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാൻ നേരം മുകളിലേക്ക്. രണ്ട് ചുമലുകളും റിലാക്സ് ചെയ്യാം. താഴേക്ക് റിലീസ് ചെയ്യാം. കൈകൾ രണ്ടും ഹിപ്പിന്റെ വശത്തേക്ക് വെക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴേക്ക്. 1 2 3 4 5. നിവർത്തി വയ്ക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് വലതുവശത്തേക്ക് ഒന്ന് ടച്ച് ചെയ്യാം. ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് നേരെ ഇടതുവശം. 1. കണ്ടിന്യൂ. 2 3 4 5. സ്റ്റോപ്പ് ചെയ്യാം. നേരെ മുന്നിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്യാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് നേരെ വലതുവശത്തേക്ക്, പിറകിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് നേരെ ഇടതുവശം അതേ രീതിയിൽ നേരെ മുന്നിൽ. 1. കണ്ണുകൾ തുറന്നുകൊണ്ടിരിക്കാം. 2 3. തിരിച്ച് ഇതേ രീതിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനും ചെയ്യാം. 3 2 1. കാലുകൾ അകത്തിരിക്കാം. കൈകൾ രണ്ടും നേരെ വശങ്ങളിലേക്ക്, ചെസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നേരെ മുകളിലേക്ക്. ദീർഘമായ ശ്വാസം മുകളിലേക്ക്, അതേപോലെ തന്നെ ദീർഘമായ ശ്വാസം. തിരിച്ചു വരാം. സൂര്യ നമസ്കാരത്തിന് വേണ്ടി തയ്യാറാവാം. രണ്ട് കാലുകളും ചേർത്ത് യോഗ മാറ്റിന് മുന്നിലേക്ക്, രണ്ട് കാലുകളും ചേർത്ത് വയ്ക്കാം. കൈകൾ രണ്ടും നമ്മുടെ തുടയുടെ വശങ്ങളിലേക്ക് സമാന്തരമായിട്ടിരിക്കാം. സമസ്ഥിതി. ഈ ഒരു സ്ഥിതിയിൽ നിന്ന് രണ്ട് കൈകളും നമസ്കാര മുദ്രയിൽ, കണ്ണുകൾ അടച്ച് ശരീരത്തിന്റെ ബാലൻസ് ഒന്ന് അറിയുക. അതേപോലെ ദീർഘമായ ശ്വാസം മുകളിലേക്ക്, ദീർഘമായ ശ്വാസം, ഹൃദയസ്പന്ദന വേഗതയായി അറിയുക.
അടുത്ത റൗണ്ട് വളരെ സാവധാനത്തിൽ ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും നേരെ മുകളിലേക്ക് നോക്കാം. ഒന്ന് പിറകിലേക്കൊന്ന് സ്ട്രെച്ച് ചെയ്ത് നേരെ മുകളിലേക്ക് നോക്കാം. സാധാരണ ശ്വാസം 3, 4, 5 പതുക്കെ താഴേക്ക്. രണ്ട് കൈകളും കാലിൻ്റെ വശങ്ങളിലേക്കാം അല്ലെങ്കിൽ കാൽവിരലുകളിൽ സ്പർശിക്കാം. തല താഴ്ത്തിടുക. 2, 3, 4, 5. രണ്ട് കാൽമുട്ടുകളും മടക്കി വലത് കാല് നേരെ പിറകിലേക്ക് ആക്കി വയ്ക്കാം. വലത് കാൽമുട്ട് തറയിൽ സ്പർശിച്ചു മുകളിലേക്ക് എടുക്കാം. അശ്വസഞ്ചാലനം. 2, 3, 4, 5. ഇടത് കാല് നേരെ വലത് കാലും ചേർത്ത് വയ്ക്കാം. തല താഴ്ത്തിടുക. സാധാരണ ശ്വാസം 3, 4, 5. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴേക്ക്. രണ്ട് കൈമുട്ടുകളും തറയിൽ സ്പർശിക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് താഴേക്ക്. അഷ്ടാംഗ നമസ്കാരം അല്ലെങ്കിൽ സാഷ്ടാംഗ നമസ്കാരം. രണ്ട് കാൽവിരലുകൾ, കാൽമുട്ട്, കൈ, ചെസ്റ്റ്. 3, 4, 5. പൂർണ്ണമായും ശരീരം തറയിലേക്ക്. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് ഭുജംഗാസനം. ഇവിടെ നാഭിപ്രദേശം വരെയുള്ള ഭാഗങ്ങളെ മുകളിലേക്ക് ഉയർത്താം. നട്ടില് വേദന ഉണ്ടെങ്കിൽ ഒന്ന് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. 3, 4, 5. വീണ്ടും രണ്ട് കാൽവിരലുകളും തറയിൽ സ്പർശിച്ച് നേരെ പൃഷ്ഠഭാഗം മുകളിലേക്ക് ഉയർത്താം. രണ്ട് കാലിന്റെ പൂജ്യം തറയിൽ സ്പർശിച്ച് നാഭി പ്രദേശത്തേക്ക് നോക്കാം. 2, 3, 4, 5. ഇടത് കാല് നേരെ മുന്നിലേക്ക് കയറ്റിയിരിക്കാം. വലത് കാൽമുട്ട് തറയിൽ സ്പർശിച്ച് നേരെ മുകളിലേക്ക് നോക്കാം. ഹിപ്പ് നന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് നേരെ മുകളിലേക്ക് നോക്കാം. 3, 4, 5. വലത് കാൽ നേരെ ഇടത് കാലിനോട് കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതേ രീതിയിൽ തല താഴ്ത്തിടുക. 2, 3, 4, 5. വീണ്ടും രണ്ട് കൈകളും നേരെ മുകളിലേക്ക് നിർത്താം. ഒന്ന് പിറകിലേക്കൊന്ന് സ്ട്രെച്ച് ചെയ്ത് നേരെ മുകളിലേക്ക് നോക്കാം. 2, 3, 4, 5. രണ്ട് കൈകളും നമസ്കാരം. വീണ്ടും ഇടത് കാലിൽ ആവർത്തിക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്താം. ഒന്ന് പിറകിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. 2, 3, 4, 5. മുന്നിലേക്ക് പാദഹസ്താസനം. 2, 3, 4, 5. രണ്ട് കാൽമുട്ടുകളും മടക്കാം. ഇടത് കാൽ നേരെ പിറകിലേക്ക് ഇറക്കി വയ്ക്കുന്നു. ഇടത് കാൽമുട്ട് തറയിൽ സ്പർശിക്കാം. നേരെ മുകളിലേക്ക് അശ്വസഞ്ചാലനം. 2, 3, 4, 5. വലത് കാലും പിറകിലേക്ക്. തല താഴ്ത്തിടുക. 2, 3, 4, 5. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴേക്ക്. അഷ്ടാംഗ നമസ്കാരം. 2, 3, 4, 5. വീണ്ടും പൂർണ്ണമായും ശരീരം താഴേക്ക്. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക്. 2, 3, 4, 5. പർവ്വതാസനം. 3, 4, 5, 6, 7. വലത് കാൽ നേരെ മുന്നിലേക്ക്. ഇടത് കാൽമുട്ട് തറയിൽ സ്പർശിക്കാം. നേരെ മുകളിലേക്ക്. 2, 3, 4, 5. ഇടത് കാൽ നേരെ മുന്നിലേക്ക്. തല താഴ്ത്തിടുക. 2, 3, 4, 5. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും നേരെ മുകളിലേക്ക് ഉയർത്താം. ഹസ്ത ഉത്ഥാനം. 2, 3, 4, 5. റിലാക്സ് ചെയ്യാം. ദീർഘമായ ശ്വാസം എടുത്ത് ശ്വാസം ചെയ്യാം. ഒരു തവണ കൂടി ആവർത്തിക്കാം. കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട്. കൗണ്ടിങ് സ്റ്റാർട്ട്. 2, 3, 4, 5, 6, 7, 8, 9. ഇടത് കാല്. 10, 11, 12. 11, 10,
9 ഇടതുകാൽ പരപ്പിലേക്ക് 8 7 6 5 വലതുകാൽ 4 3 2 റിലീസ് ചെയ്യാം. കാലുകൾ രണ്ടും അകത്തിരിക്കാം. രണ്ട് കൈകളും കാലിന്റെ മുട്ടിന് മുകളിലായിരിക്കാം. തുടയുടെ മുകളിൽ നട്ടിലൊന്ന് കേവ് ചെയ്ത് നേരെ മുന്നിലേക്ക് നോക്കാം. ദീർഘമായ ശ്വാസം ശ്വാസം വിടുന്നതിനനുസരിച്ച് വായിലൂടെ സൗണ്ട് ദീർഘമായ ശ്വാസം എടുക്കാം. രണ്ടോടുകൂടി കമഴ്ന്ന് കിടക്കുക. മകരാസനത്തിൽ രണ്ട് കാലുകളും അകത്തിരിക്കാം. കൈകൾ രണ്ടും ഒരു തലയാണ പോലെ താടി അല്ലെങ്കിൽ നമ്മുടെ റിലാക്സ് ചെയ്യാം. നേരെ ഇടതുവശത്തേക്കോ വലതുവശത്തേക്കോ നോക്കാം. ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് ശ്വാസം ഹൃദയസ്പന്ദന വേഗതയെ ശ്രദ്ധിക്കാം. ശരീരത്തിൻ്റെ താപനിലയെ ശ്രദ്ധിക്കുക. രണ്ട് കാലുകളും ചേർത്ത് വയ്ക്കാം. കൈകൾ രണ്ടും നമ്മുടെ ശരീരത്തോട് ചേർത്ത് കൈമുട്ടുകൾ തറയിൽ സ്പർശിക്കാം. കൈകളും തറയിൽ തന്നെ. താടി തറയിൽ സ്പർശിക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് അതൊക്കെ മുകളിലേക്കൊന്ന് വരാം. സരള ഭുജംഗാസനം. നട്ടിലൊന്ന് കേവ് ചെയ്ത് നേരെ മുകളിലേക്കൊന്ന് നോക്കാം. കൈമുട്ടുകൾ രണ്ടും തറയിൽ സ്പർശിക്കാം. അതേ പൊസിഷനിൽ തന്നെ നോക്കാം. സാധാരണ ശ്വാസം മതി. 2 3 4 5 6 7 തിരിച്ചു വരാം. അതൊക്കെ താഴേക്ക്. വീണ്ടും രണ്ട് കൈകളും ചെസ്റ്റിന് വശങ്ങളിൽ വയ്ക്കാം. താടി തറയിൽ സ്പർശിച്ച് എടുത്തത് തിര്യക് ഭുജംഗാസനം അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് ഭുജംഗാസനം. കാലുകൾ രണ്ടും ചേർത്ത് വെച്ച് തന്നെ ഇരിക്കട്ടെ. കാലിൻ്റെ ഉപ്പൂറ്റി നേരെ മുകളിലേക്ക്. അതേപോലെ തന്നെ കാൽവിരലുകൾ താഴേക്ക് പോയിന്റ് ചെയ്തിരിക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ മുകളിലേക്കൊന്ന് വരാം. വയറ് വരെയുള്ള ഭാഗങ്ങളെ ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ വലതുവശത്തേക്കൊന്ന് ടേൺ ചെയ്യാം. നേരെ വലതുവശത്തേക്കൊന്ന് നോക്കാം. വീണ്ടും ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് നേരെ മുന്നിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴും. വീണ്ടും ഇടതുവശത്തേക്ക് ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നേരെ മുകളിലേക്കൊന്ന് വരാം. നാഭിപ്രദേശം വരെയുള്ള ഭാഗം ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ ഇടതുവശത്തേക്ക് അതേ രീതിയിൽ ഇടതുവശത്തേക്ക് നോക്കാം. വീണ്ടും ഒരു തവണ കൂടി ദീർഘമായ ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴേക്ക്. വലതുവശത്തേക്ക് വീണ്ടും ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക് നാഭിപ്രദേശം വരെയുള്ള ഭാഗത്ത് വരുത്താം. നട്ടിലെ വേദനയുള്ളവർ ശ്രദ്ധിക്കാം. പതുക്കെ ശ്വാസം വിടുന്നതിനനുസരിച്ച് വലതുവശത്തേക്ക് നേരെ പിറകിലേക്ക് നോക്കാം. 2 3 4 5 തിരിച്ച് ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴേക്ക് നേരെ ഇടതുവശത്തേക്ക് ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക് വരാം. നാഭിപ്രദേശം വരെയുള്ള ഭാഗം ശ്വാസം വിട്ടുകൊണ്ട് നേരെ ഇടതുവശത്തേക്ക് അതേപോലെ തന്നെ ഇടതുവശത്തേക്ക് നോക്കാം.
2 3 4 5. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴേക്ക്. രണ്ട് കൈകളും തലയണ പോലെ ആക്കാം. കാലുകൾ രണ്ടും അകത്തേക്ക്. രണ്ട് കൈമുട്ടുകൾ അതേപോലെ തന്നെ ചുമലുകളെയും നന്നായി റിലാക്സ്. രണ്ട് കാലുകളും കൈകളും ചേർത്ത് വയ്ക്കാം. കൈകൾ രണ്ടും തുടയുടെ അടിയിലായിട്ട് വയ്ക്കാം. താടി തറയിൽ സ്പർശിക്കാം. ശലഭാസനം. നേരെ മുന്നിലേക്ക് നോക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ വലത് കാല് നേരെ മുകളിലേക്ക് ഉയർത്താം. ഇതേ സമയത്ത് തന്നെ ശിരസും അല്പം മുകളിലേക്ക് ഉയർത്താം. വലത് കാൽമുട്ട് നിവർത്തി ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ വലത് കാൽ താഴേക്ക്, അതേപോലെ തന്നെ താടി ഇടത് കാലിൽ ആവർത്തിക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാല് നേരെ മുകളിലേക്ക് ഉയർത്താം. നേരെ മുകളിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ ഒരു തവണ കൂടി ആവർത്തിക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് നേരെ മുകളിലേക്ക് ഉയർത്താം. അതേ പൊസിഷനിൽ നിൽക്കാം. വലത് കാൽമുട്ട് നിവർന്ന് തന്നെ ഇരിക്കട്ടെ. 2 3 വയറിലേക്ക് കിട്ടുന്ന ഒരു കംപ്രഷനെ അറിയാം. 4 5 6 7. ഇടത് കാലിൽ ആവർത്തിക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാല് നേരെ മുകളിലേക്ക് ഒന്ന് ഉയർത്താം. ഇതേ രീതിയിൽ നേരെ മുകളിലേക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിരിക്കട്ടെ. 2 3 4 5. കാലുകൾ രണ്ടും അകത്തേക്കാം. രണ്ട് കൈകളും കൈമുട്ടുകളും രണ്ടും ചേർത്തേക്കാം. കൈകൾ രണ്ടും താടിയുടെ ഭാഗത്തേക്ക് നേരെ മുകളിലേക്ക്, അല്ലെങ്കിൽ നേരെ മുന്നിലേക്ക് നോക്കാം. തിരിച്ചു വരാം. വലത് കാൽമുട്ട് വലതുവശത്തേക്ക് ബെൻഡ് ചെയ്ത് കൈമുട്ട് കാൽമുട്ടിലേക്ക് സ്പർശിച്ച് താടി കൈകളുടെ മുകളിലേക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് മത്സ്യക്രീഡാസനം നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്തുനിന്ന് അയച്ചിടുക. വലത് കൈമുട്ട് വലത് കാൽമുട്ടിനെ സ്പർശിക്കുക. ദീർഘമായ ശ്വാസം മുകളിലേക്ക്, ദീർഘമായ ശ്വാസം. ശ്വാസം വിട്ടുകൊണ്ട് നിവർന്ന് വരാം. വലത് കാൽമുട്ട് നിവർത്താം. ഇടത് കാൽമുട്ട് മടക്കി ഇടത് കാൽമുട്ട് വലത് കൈമുട്ടിനെ സ്പർശിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാം. ദീർഘമായ ശ്വാസം മുകളിലേക്ക്, ദീർഘമായ ശ്വാസം പുറത്തേക്ക്. തിരിച്ചു വരാം. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ തിരിച്ച് ഇടത് കാലം നിവർത്തിക്കാം. ഒന്ന് റിലാക്സ് ചെയ്യും. അതിനുശേഷം നേരെ വശങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. താഴത്തെ കാലിൻ്റെ വിരല് നേരെ മുന്നിലേക്കും, അതേപോലെ തന്നെ മുകളിലെ കൈ നേരെ മുന്നിലേക്കും വയ്ക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ വലത് കാല് നേരെ മുകളിലേക്കൊന്ന് ഉയർത്താം. വലത് കാലിൻ്റെ വിരലുകൾ നേരെ മുകളിലേക്കൊന്ന് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴേക്ക്. കണ്ടിന്യൂ. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് നേരെ മുകളിലേക്ക് ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴ്ത്താം. കണ്ടിന്യൂ. അപ്പ് 3. വലത് കൈ കൊണ്ട് മുന്നിലേക്ക് സപ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കാം. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് നേരെ മുകളിലേക്ക് ഉയർത്താം.
വലത് കാൽമുട്ട് നിവർത്തി ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴേക്ക്. ഒരു തവണ കൂടി ആവർത്തിക്കാം. ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽ നേരെ മുകളിലേക്ക്. അതേ പൊസിഷനിൽ തന്നെ നിൽക്കാം. വലത് കാൽ വിരലുകൾ നേരെ മുകളിലേക്ക് ഉയർത്തട്ടെ. 2 3 4 5. തിരിച്ചു വരാം. കൈകളുടെ സഹായത്തോടു കൂടി പതുക്കെ മുകൾ ഭാഗം നേരെ മുകളിലേക്ക് ഉയർത്താം. അതേപോലെ തന്നെ കൈമുട്ട് തറയിൽ സ്പർശിക്കാം. നേരെ നട്ടല് ഒന്ന് കേവ് ചെയ്യാം. വലത് വശത്തേക്ക് അല്ലെങ്കിൽ വശങ്ങളിലേക്ക് ഒന്ന് നോക്കാം. അതേ പൊസിഷനിൽ നിൽക്കാം. രണ്ട് കാൽമുട്ടുകളും നിവർന്നിരിക്കട്ടെ. 2 3 4 5 6 7. തിരിച്ചു വരാം പതുക്കെ. അതിനുശേഷം നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഒന്ന് ചെരിഞ്ഞ് കിടക്കാം. കൈകളുടെ സഹായത്തോടു കൂടി കാൽ മുട്ട് നിവർത്തി കൈകളുടെ സഹായത്തോടു കൂടി നമ്മുടെ ശരീരത്തെ നിവർത്തി വയ്ക്കാം. ഒരു വടി പോലെ ശ്വാസം എടുത്തുകൊണ്ട് നേരെ മുകളിലെ കാല് മുകളിലേക്ക് ഒന്ന് ഉയർത്താം. ബാലൻസ് ചെയ്തിരിക്കാം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴേക്ക്. കണ്ടിന്യൂ. ശ്വാസം എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് നേരെ താഴേക്ക്. 2 കണ്ടിന്യൂ. 3 up 4. നോടി അതേ പൊസിഷനിൽ നിൽക്കാം. നേരെ ഇടത് കാൽ അല്ലെങ്കിൽ മുകളിലത്തെ കാലിന്റെ വിരല് നേരെ മുകളിലേക്ക് നിർത്താം. 2 3 4 5. പതുക്കെ തിരിച്ചു വരാം. കാൽമുട്ടുകൾ നിവർത്തിക്കാം. പതുക്കെ മുകളിലത്തെ ഭാഗം മുകളിലേക്ക് ഉയർത്താം. കൈമുട്ട് തറയിൽ സ്പർശിച്ച് പതുക്കെ വശങ്ങളിലേക്ക് നോക്കാം. രണ്ട് വശങ്ങളിലും അനുഭവപ്പെടുന്ന ആ ഒരു സ്ട്രെച്ചസിനെ അറിയാം. സാധാരണ ശ്വാസഗതി. 2 പറ്റാവുന്നത്ര രീതിയിൽ മാത്രം മുകളിലേക്ക് വരാം. 3 4 5 6 7. തിരിച്ചു വരാം. കൈകൾ രണ്ടും നേരെ മലർന്ന് നട്ടിൽ നിവർത്തി രണ്ട് കാലുകളും അകത്തി വെച്ച് കൈകൾ രണ്ടും അകത്തി വയ്ക്കാം. മലർന്ന് കിടന്ന് കൊണ്ടുള്ള ആസനങ്ങൾ. രണ്ട് കാലുകളും ചേർത്ത് വയ്ക്കാം. കൈകൾ രണ്ടും നട്ടിൽ നിവർത്തിയിരിക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉത്ഥാന പാദാസനം അല്ലെങ്കിൽ സിംഗിൾ ലെഗ് റൈസ്. ആദ്യം ഇടത് കാൽമുട്ട് മടക്കാം. പൃഷ്ഠഭാഗത്തോട് ചേർത്തിക്കാം. അല്ലെങ്കിൽ വലത് കാലിന്റെ തുടയുടെ ഭാഗത്തേക്ക് വലത് കാലിന്റെ വിരൽ നിവർത്തിക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് നേരെ മുകളിലേക്ക് ഒന്ന് ഉയർത്താം. വലത് കാലിന്റെ വിരല് പരമാവധി താഴേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് വലത് കാലിനോട്ട് സ്ട്രേറ്റ് ചെയ്ത് ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ വലത് കാല് താഴ്ത്തുക. രണ്ടു തവണ കൂടി ആവർത്തിക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് നേരെ മുകളിലേക്ക് ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴെ. ഒരു തവണ കൂടി ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽമുട്ട് നിവർത്താം. അതേ പൊസിഷനിൽ തന്നെ നിൽക്കാം. 2 3 4 5 6 7. പതുക്കെ വലത് കാൽ നേരെ താഴെ. ഇടത് കാൽമുട്ട് നിവർത്താം. വീണ്ടും വലത് കാൽമുട്ട് മടക്കി ഇടത് കാൽമുട്ടിന്റെ വശങ്ങളിലേക്ക് വീണ്ടും ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാല് നേരെ മുകളിലേക്ക് ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ ഇടത് കാല് നേരെ താഴെ. വീണ്ടും രണ്ടു തവണ കൂടി ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാല് നേരെ മുകളിലേക്ക് ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ ഇടത് കാല് നേരെ താഴെ. ഒരു തവണ കൂടി ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാല് നേരെ മുകളിലേക്ക് ഉയർത്താം. അതേ പൊസിഷനിൽ തന്നെ നിൽക്കാം. ഇടത് കാലിന്റെ വിരലുകളിലേക്ക് നോക്കാം. 2 സാധാരണ ശ്വാസം. 3 4 5 6 7. തിരിച്ച് താഴെ. വലത് കാൽമുട്ടും നിവർത്താം. സാധാരണ ശ്വാസം ഇവിടേക്ക്. അതേപോലെ തന്നെ ശ്വാസം വീണ്ടും രണ്ട് കാലുകളും ചേർത്ത് വയ്ക്കാം. കൈകൾ രണ്ടും നേരെ
പൃഷ്ഠഭാഗത്തോട് ചേർത്ത് വയ്ക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽ നേരെ മുകളിലേക്ക് വരുത്താം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ വലത് കാൽ നേരെ വലതുവശത്തേക്ക് ഒന്ന് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് വലത് കൈ കൊണ്ട് വലത് കാൽമുട്ട് അല്ലെങ്കിൽ നമ്മുടെ കാൽവെണ്ണ പിടിക്കാം. നേരെ അതേ പൊസിഷനിൽ തന്നെ നിൽക്കാം. 2 3 4 5. തിരിച്ചു വരാം. കൈകളുടെ സഹായത്തോടു കൂടി വലത് കാൽ നേരെ മുകളിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ ഇതേ രീതിയിൽ ഇടത് കാലിലും ആവർത്തിക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാൽ നേരെ മുകളിലേക്ക് ഇടത് കൈ കൊണ്ട് ഇടത് കാൽ മുട്ട് പിടിക്കാം. പതുക്കെ ഇടതുവശത്തേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. അതേ രീതിയിൽ നിൽക്കാം. വലത് കാൽ മുട്ട് നിവർത്തി വയ്ക്കാം. 2 3 4 5. തിരിച്ചു വരാം. ശ്വാസം എടുത്ത് ഇടത് കാൽ നേരെ മുകളിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ ഇടത് കാൽ നേരെ താഴെ. രണ്ട് കാലുകളും അകത്തേക്കാം. ദീർഘമായ ശ്വാസം ദീർഘമായ ശ്വാസം. വീണ്ടും കാലുകൾ രണ്ടും ചേർത്ത് വയ്ക്കാം. അർദ്ധ പവനമുക്താസനം അല്ലെങ്കിൽ ഹാഫ് ഗ്യാസ് റിലീസിംഗ് പോസ്റ്റർ. വലത് കാൽമുട്ട് മടക്കാം. വലത് കൈയും ഇടത് കൈയും കോർത്ത് പിടിച്ച് കാൽമുട്ടിന് താഴേക്ക് നന്നായിട്ട് വയറിന്റെ ഭാഗത്തേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം. ഇടത് കാൽമുട്ട് നിവർത്തി വയ്ക്കട്ടെ. അതേപോലെ രണ്ട് കാൽവിരലുകളും നേരെ മുന്നിലേക്ക്. ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ നമ്മുടെ മുകൾ ഭാഗം ഒന്ന് മുകളിലേക്ക് ഉയർത്താം. താടി കൊണ്ട് വലത് കാൽമുട്ടിന് സ്പർശിക്കാം. പറ്റുമെങ്കിൽ വീണ്ടും ഒരു തവണ കൂടി ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ താഴേക്ക്. ഒരു തവണ കൂടി ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ മുന്നിലേക്ക്. അതേ പൊസിഷനിൽ തന്നെ എടുക്കാം. 2 3 4 5. പതുക്കെ തിരിച്ചു വരാം. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ വലത് കാൽ നേരെ മുകളിലേക്ക് നേരെ നിവർത്തിക്കാം. ഇടത് കാലിൽ ആവർത്തിക്കാം. ഇടത് കാൽ മുട്ട് മടക്കാം. രണ്ട് കൈകളും ഇന്റർലോക്ക് ചെയ്ത് കാൽമുട്ടിന്റെ താഴേക്ക്. ദീർഘമായ ശ്വാസം എടുക്കാം. ശ്വാസം വിടുന്നതിനനുസരിച്ച് നമ്മുടെ ഇടത് തുടയുടെ ഭാഗം നന്നായിട്ട് വയറിന്റെ ഭാഗത്തേക്ക് ഒന്ന് പ്രസ് ചെയ്യാം. അതേപോലെ ശിരസ്സും നേരെ മുകളിലേക്ക് ഉയർത്താം. താടി കൊണ്ട് ഇടത് കാൽമുട്ടിന് സ്പർശിക്കാം. വീണ്ടും ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ താഴേക്ക്. ഒരു തവണ കൂടി ആവർത്തിക്കാം. ശ്വാസം വിട്ടുകൊണ്ട് നേരെ മുന്നിലേക്ക്. അതേ പൊസിഷനിൽ തന്നെ 2 3 4 5. ഇടത് കാലിൽ നിർത്താം. കാലുകൾ രണ്ടും അകത്തും. രണ്ടാസനങ്ങൾ കൂടി. രണ്ട് കാലുകളും ചേർത്തിരിക്കാം. രണ്ട് കാൽമുട്ടുകളും പൃഷ്ഠഭാഗത്തോട് ചേർത്ത് കണ്ഠരാസനം, ഷോൾഡർ സ്ട്രെച്ച് പോസ്റ്റർ. രണ്ട് കൈകളും തറയിൽ. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ പൃഷ്ഠഭാഗം മുകളിലേക്ക് ഒന്ന് ഉയർത്താം. അതേ രീതിയിൽ ചുമലിന്റെ ഭാഗത്തേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. അതേ രീതിയിൽ കഴുത്തും ഒന്ന് മുകളിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴേക്ക്. ഒരു തവണ കൂടി ആവർത്തിക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക് ഒന്ന് ഉയർത്താം. അതേ പൊസിഷനിൽ തന്നെ 2 3 4 5. തിരിച്ചു. രണ്ട് കാൽമുട്ടുകളും മടക്കാം. കൈകൾ രണ്ടും ഇന്റർലോക്ക് ചെയ്ത് കാൽമുട്ടിന് താഴെ. നന്നായിട്ട് വയറിന്റെ ഭാഗത്തേക്ക് നിന്ന് സ്ട്രെച്ച് ചെയ്യാം. പവനമുക്താസനം. ദീർഘമായ ശ്വാസം എടുക്കാം. ശ്വാസം വിടുന്നതിനനുസരിച്ച് നമ്മുടെ ശിരസ്സും മുകളിലേക്ക് ഒന്ന് ഉയർത്താം. പറ്റുമെങ്കിൽ താടി കൊണ്ട് കാലിന്റെ മുട്ടിന്റെ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരാം. ഒരു തവണ കൂടി ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ച് ശ്വാസം വിട്ടുകൊണ്ട് നേരെ മുന്നിലേക്ക്. അതേ പൊസിഷനിൽ തന്നെ നിൽക്കാം. സാധാരണ ശ്വാസഗതി 2 3 4 5. പതുക്കെ തിരിച്ചു വരാം. ലാസ്റ്റ് ഒരു ആസനം കൂടി. രണ്ട് കൈകളും
ഇന്റർലോക്ക് ചെയ്ത് ശിരസിന് പിറകിലേക്ക് വയ്ക്കാം. രണ്ട് കൈയുടെ മുട്ടുകളും അതേപോലെ തന്നെ കൈകളും തറയിലേക്ക്. ഉദരകർഷണാസനം. ദീർഘമായ ശ്വാസം എടുത്ത് ശ്വാസം വിടുന്നതിനനുസരിച്ച് രണ്ട് കാലുകളും നേരെ വലതുവശത്തേക്ക് ഇടതുവശത്തേക്ക് ഒന്ന് നോക്കാം. അതേ പൊസിഷനിൽ തന്നെ വെക്കാം. സാധാരണ ശ്വാസത്തിൽ 2 3 4 5 6 7. തിരിച്ചു വരാം. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് നേരെ ഇടതുവശത്തേക്ക് വലതുവശത്തേക്ക് നോക്കാം. അതേപോലെ രണ്ട് കാലുകളും ഇടതുവശത്തേക്ക്. 2 3 4 5 6 7. തിരിച്ചു വരാം. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് രണ്ട് കാലുകളും നിവർത്തിയിരിക്കാം. കൈകൾ രണ്ടും നേരെ ശരീരത്തോട് ചേർത്ത് വയ്ക്കാം, അല്ലെങ്കിൽ കുറച്ച് അല്പം അകറ്റിരിക്കാം. കണ്ണുകളടച്ച് പൂർണ്ണമായും റിലാക്സ് ചെയ്യും. ദീർഘമായ ശ്വാസം മുകളിലേക്ക്, അതേപോലെ തന്നെ ദീർഘമായ ശ്വാസം കൊടുക്കും. കാൽവിരലുകൾ മുതൽ ശിരസ് വരെയുള്ള ഓരോ ഭാഗങ്ങളെയും ശ്രദ്ധിക്കാം. ദീർഘമായ ശ്വാസം മുകളിലേക്ക്, അതേപോലെ ദീർഘമായ ശ്വാസം കൊടുക്കും. രണ്ട് കാൽവിരലുകളും കണങ്കാലുകളും കാലിന്റെ ഉപ്പൂറ്റികളും പൂർണ്ണമായും റിലാക്സ് ചെയ്ത് രണ്ട് കണങ്കാലുകളും രണ്ട് കാൽവെണ്ണ കാൽമുട്ട് രണ്ട് തുടയുടെ ഭാഗങ്ങളെയും രണ്ട് ഹിപ്പും പൃഷ്ഠഭാഗങ്ങളെ പൂർണ്ണമായും തളർത്തി അയച്ചിടുക. ജനനേന്ദ്രിയ ഭാഗം, വയറിന്റെ താഴെ ഭാഗം, മധ്യഭാഗം, മുകൾ ഭാഗം, വയറ് ഉയരുന്നതും താഴുന്നതും ശ്രദ്ധിക്കാം. രണ്ട് നെഞ്ചും ഉയരുന്നതും താഴുന്നതും ശ്രദ്ധിക്കാം. ഇരുചുമലുകളും കൈവിരലുകൾ വരെയുള്ള ഓരോ ഭാഗങ്ങളെയും പൃഷ്ഠഭാഗം പൂർണ്ണമായും നട്ടലിനെ പൂർണ്ണമായും റിലാക്സ് ചെയ്യും. രണ്ട് ചുമലുകളും കഴുത്തിന്റെ പിറകുവശം ശിരസ് പൂർണ്ണമായും മുഖപേശികളെ പൂർണ്ണമായും ദീർഘമായ ശ്വാസം മുകളിലേക്ക്, ദീർഘമായ ശ്വാസം പുറത്ത്. ശരീരത്തിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങളെ പൂർണ്ണമായും ശാന്തമാക്കുക. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക്, വീണ്ടും ദീർഘമായ ശ്വാസം പുറത്തേക്ക്. ഒരു ശാന്തമായ അവസ്ഥയെ അറിയുക. ശരീരം പൂർണ്ണമായും വിശ്രമാവസ്ഥയിൽ. വീണ്ടും ശ്രദ്ധയെ ശരീരത്തിന്റെ കാൽവിരലുകളിലും കൈവിരലുകളെയും കൊണ്ടുവരിക. രണ്ട് കാൽവിരലുകളും കൈവിരലുകളും ചലിപ്പിക്കാം. രണ്ട് കാലുകളും ചേർത്ത് വയ്ക്കാം. കൈകൾ രണ്ടും ഇന്റർലോക്ക് ചെയ്ത് നേരെ മുകളിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. കൈവിരലുകൾ റിലീസ് ചെയ്യാം. രണ്ട് കാൽമുട്ടുകളും ബെൻഡ് ചെയ്യുക. പതുക്കെ വലതുവശത്തേക്ക് ഒന്ന് ചെരിഞ്ഞിടാം. കൈകളുടെ സഹായത്തോടുകൂടി പതുക്കെ എഴുതി കണ്ണടച്ച് രണ്ട് കൈകളും കാൽമുട്ടിന് മുകളിൽ
നാഡിശുദ്ധി പ്രാണായാമം. വലത് കൈമുട്ട് മടക്കാം. വലത് കൈയുടെ ചൂണ്ടുവിരലും മധ്യവിരലും ഭ്രൂമധ്യത്തിൽ സ്പർശിക്കാം. വലത് നാസാദരം അടച്ചു പിടിച്ച് ദീർഘമായ ശ്വാസം ഇടതിലൂടെ എടുക്കാം. ഇടതടച്ചു പിടിക്കാം. 1 2 3 4 5. വലത് തുറന്ന പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക്. വീണ്ടും ദീർഘമായ ശ്വാസം വലതിലൂടെ എടുക്കാം. വലതടച്ചു പിടിക്കാം. 1 2 3 4 5. ഇടതിലൂടെ പൂർണ്ണമായും. 2 തവണ കൂടി ദീർഘമായ ശ്വാസം ഇടതിലൂടെ. ഇടതടച്ചു പിടിക്കാം. 1 2 3 4 5. വലത്തിലൂടെ പൂർണ്ണമായും. ദീർഘമായ ശ്വാസം വലത്തിലൂടെ. വലതടച്ചു പിടിക്കാം. 1 2 3 4 5. ഇടത്തിലൂടെ പൂർണ്ണമായും. ഒരു തവണ കൂടി ദീർഘമായ ശ്വാസം ഇടത്തിലൂടെ. അടച്ചു പിടിക്കാം. 1 2 3 4 5. ദീർഘമായ ശ്വാസം വലതിലൂടെ. വലതടച്ചു പിടിക്കാം. 1 2 3 4 5. ഇടതിലൂടെ പൂർണ്ണമായും. വലത് കൈ റിലീസ് ചെയ്യാം. വലത് ചുമല് റൊട്ടേറ്റ് ചെയ്യാം. ഒരു പ്രാണായാമം കൂടി, ഭ്രമരി പ്രാണായാമം. 2 കൈമുട്ടുകളും അടക്കാം. അതിനുശേഷം നമ്മുടെ തള്ളവിരല് ചെവിയിലേക്ക് സെറ്റ് ചെയ്യാം. കണ്ണുകൾ ചൂണ്ടുവിരലും മധ്യവിരലും കൊണ്ട് അടച്ചു പിടിക്കാം. വായ ചെറുവിരലും മോതിരവിരലുകളും അടച്ചു. ദീർഘമായ ശ്വാസം നാസാദരങ്ങളിലൂടെയും എടുക്കാം. ശ്വാസം വിടുന്നതിനനുസരിച്ച് ശ്വാസത്തിലേക്ക്. രണ്ട് ചുമലുകളും റൊട്ടേറ്റ് ചെയ്യാം. നട്ടിൽ നിവർത്തി കണ്ണുകളടച്ച് ഇരിക്കാം. ഈ ഒരു
ഭ്രമരി പ്രാണായാമം ചെയ്തതിനു ശേഷം ആന്തരികമായി നടക്കുന്ന കമ്പനത്തെ ഒന്ന് ശ്രദ്ധിക്കാം. സാധാരണ ശ്വാസം ശരീരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. സെഷൻ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. കൈകൾ രണ്ടും നമസ്കാര മുദ്രയില് ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക്. ശാന്തി ശാന്തി. രണ്ടും അങ്ങനെ മുകളിലായി ഒരു ചെറിയൊരു ചൂട് പൂർണ്ണമായും പേശികളിലേക്ക്. കഴുത്ത്, നെഞ്ച്, വയറ് പൂർണ്ണമായും ശരീരത്തിൻ്റെ താഴെ ഭാഗം. കഴുത്ത് നേരെ മുകളിലേക്കും താഴേക്കും ഇടതുവശത്തേക്കും വലതുവശത്തേക്കും